പാലക് പനീർ ഉണ്ടാക്കാം നമുക്ക്. ഇഷ്ടാണ്. നമുക്കിന്ന് പാലക് പനീർ ഉണ്ടാക്കിയാലോ? റെഡി സ്റ്റഡി ഗോ. ചീരയൊക്കെ എത്ര ഹെൽത്തിയാന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് കഴിക്കാൻ വലിയ മടിയാണല്ലേ. അപ്പോൾ അവരെ കഴിപ്പിക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ് ഇന്ന് എൻ്റെ റെസിപ്പി. ആദ്യം കുറച്ച് പാലക് ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് തിളപ്പിക്കാൻ വെക്കൂ കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, നന്നായിട്ട് ഒരുമിച്ച് ചേർത്തിട്ട് ചതച്ചെടുക്കണേ. വാമിക്കുട്ടിക്ക് ഈ ഒരു റെസിപ്പി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോൾ ഉണ്ടാക്കി കൊടുത്താലും നല്ല ആസ്വദിച്ച് കഴിക്കുന്നതാണ് കേട്ടോ ഞാൻ സാധാരണ കാണാറുള്ളത്. അപ്പം ഞാൻ വാമിക്കുട്ടി കഴിക്കുന്നതും കൂടെ ഈ ഒരു വീഡിയോന് ലാസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചുമ്മാ തള്ളി മറക്കിയല്ല എന്നുള്ളത് കേട്ടോ. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം ബാക്കി നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചോളൂ. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം കേട്ടോ. നെയ്യ് ഇതിലെന്തായാലും മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കണേ. കാരണം നെയ്യിൻ്റെ ടേസ്റ്റാണ് ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കേണ്ടത്. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കാം. വേണമെങ്കിൽ ഒരു ഇത്തിരി ഓയിലും കൂടി ഒഴിക്കുക കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സ്പൈസസ് എല്ലാം അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഈ പാലക് പനീറിൻ്റെ റെസിപ്പി എൻ്റെതായ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലുള്ള സാധാ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു പാലക് പനീറാണ് കേട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ, നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയും നോക്കൂ. നിങ്ങളുടെ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമ്മുടെ മാമിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കുമോ അല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് നെയ്യിൽ കിടന്നിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, വലിയ ഉള്ളി, 2 വലിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തത്. 2 വലിയ ഉള്ളി ഇങ്ങനെ കുനുകുനേ അരിയാൻ ശ്രമിക്കണം കേട്ടോ. ചോപ്പർ ഉണ്ടെങ്കിൽ അതിലും എളുപ്പം. ഞാൻ ചോപ്പറാണ് കേട്ടോ യൂസ് ചെയ്തത്, കുറച്ച് മടിയുള്ളതുകൊണ്ട്. അപ്പോൾ എന്തായാലും ചോപ്പറിലിട്ട് ഞാനൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ കുനുകുന തന്നെ അരിയണേ. അങ്ങനെ കുനുകുന അരിഞ്ഞ് ആ ഒരു ഉള്ളിയും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അതായത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ പാലക് ചീര ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട്. അപ്പോൾ ആ ഒരു ചീര ഒന്ന് ഊറ്റിയെടുത്ത ശേഷം നമ്മൾ തണുത്തിട്ട് തണുത്തിട്ട് എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതായത് ചീര തിളപ്പിക്കാൻ വെച്ചേന്ന് ബാക്കിയുള്ള കുറച്ച് വെള്ളമല്ലേ, ആ വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയുടെ ജാറ് അടിച്ചെടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടാറിയതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ മൊത്തത്തിൽ അബദ്ധമാവുക കാര്യങ്ങൾ. അപ്പോൾ അതേ നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മുടെ പാലക് ചീര നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതേ ആ വെള്ളം കൂടെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചൊരു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ഒന്ന് ജസ്റ്റ് മൂത്ത് വന്നു കഴിഞ്ഞാൽ, അത് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ 1 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്തത്. കാരണം കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ സാധാ മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ ഓവർ ഒരു എരിവ് വരണ്ടാച്ചിട്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്തത്. പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് 1 സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ. ഇത് 3 ആഡ് ചെയ്ത ശേഷം നന്നായിട്ട്, അതായത് ലോ ഫ്ലെയിം തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞ് പോകും കേട്ടോ പൊടി. അപ്പം എന്ത് ചെയ്യുക വെച്ചാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതായത് വലിയ വലിയ പാചകക്കാരൊക്കെ പറയുന്ന പോലെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു തക്കാളിയും കൂടെ ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളേ. അങ്ങനെ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ പിന്നെ ആഡ് ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ കസ്തൂരി മെത്തിയാണ് കേട്ടോ. അത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, വളരെ ഓപ്ഷണലാണ്. എൻ്റെ അടുത്ത് ഉണ്ടായത് കൊണ്ട് മാത്രം ഞാൻ ആഡ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഈ കസ്തൂരി മെത്തി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉലുവയുടെ ഇലയാണ് കേട്ടോ. ഇവിടെ നോർത്തിലൊക്കെ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതൊരു വേറൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. അതായത് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സിലൊക്കെ അത് ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ദേ നമ്മുടെ പാലക് ചീര അടിച്ചു വെച്ച ആ ഒരു ഇതില്ലേ, അതും കൂടെ ആ മിക്സിയുടെ ജാറിന്ന് നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ തക്കാളി ഒന്ന് വെന്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉപ്പുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഈ ഒരു സംഭവം തിളപ്പിക്കാൻ വെക്കുക കേട്ടോ കുറച്ച് നേരം. അങ്ങനെ തിളച്ച് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പനീറും കൂടെ ഈ ഒരു സംഭവത്തിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റ് നേരം ഈ ഒരു പനീറും ആ ഒരു ഗ്രേവിയും ഒക്കെ കൂടെ ഒന്ന് മിക്സായിട്ട് ഒന്ന് വേവാനുള്ള ഒരു സമയം കൊടുക്കുക കേട്ടോ.
ഇതൊന്ന് വെന്തൂന്ന് കണ്ടു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചോളൂ. ഇനി നമുക്ക് വേണ്ടത് ലാസ്റ്റിലെ കുറച്ച് മിനുക്ക് പണികളാണ് കേട്ടോ. അതായത് ഇതിലേക്ക് ഇനി വറവിടാനുണ്ട്. വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചോളൂ. അതിലേക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ വന്നാലും നെയ്യ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ കുറച്ച് നെയ്യും അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വലിയ ജീരകമാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു നോർത്ത് ഇന്ത്യൻസ് ഒക്കെ മെയിൻലി കടുകല്ല കേട്ടോ വറവിടാൻ വേണ്ടി യൂസ് ചെയ്യുക, ജീരകമാണ്. അപ്പം നമുക്കിവിടെ ജീരകം തന്നെ യൂസ് ചെയ്യാം. ആ ജീരകം ഒന്ന് പൊട്ടിച്ച ശേഷം വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ കറീൻ്റെ മുള്ള അങ്ങോട്ട് വെതറി അങ്ങോട്ട് ഒഴിച്ചോളൂ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാലക് പനീർ തയ്യാർ. അപ്പോൾ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ വാമിക്കുട്ടിക്ക് തന്നെ കൊടുക്കാം. വാമിക്കുട്ടി സൂപ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല, അടിപൊളിയായിരിക്കും. ഇനിയും വേണോ? ഇനി മാമൂന്റെ കൂടെയല്ലേ ചോറിന്റെ കൂടെയല്ലേ കഴിക്കുക? വേണോ? നമ്മ തരാട്ടോ. ടേസ്റ്റ് ഉണ്ടോ? ട്രൈ ചെയ്ത് നോക്കൂ, പറയാ എല്ലാരോടും. നോക്കണേ, സൂപ്പറാണേ.